രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി, ആക്സിസ് പവർ എന്നറിയപ്പെടുന്ന ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഇതാണ് പ്രമുഖ ഒരു സഖ്യം. ഇപ്പുറത്ത് UK, നമ്മൾ അറിയുന്ന ബ്രിട്ടൻ, അമേരിക്ക, ഫ്രാൻസ് പോലെയുള്ള മറ്റ് സഖ്യങ്ങളും, അതോടൊപ്പം തന്നെ സോവിയറ്റ് യൂണിയന്റെ ഒരു ശക്തിയും. ഈ രണ്ട് ചേരികൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. ഒരു ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്ര വിപത്തുകളും മനുഷ്യ കുരുതിയും കൊടുത്തിട്ടാണ് ഒരു യുദ്ധങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ അഥവാ അമേരിക്കയുടെ പക്ഷം തോറ്റിരുന്നുവെങ്കിൽ, അമേരിക്ക, UK, ഫ്രാൻസ്, റഷ്യ സഖ്യം തോറ്റിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഇന്ത്യയിലൊക്കെ ഒരു പക്ഷേ ജർമ്മൻ ഭാഷ സംസാരിച്ചേനെ. കാരണം അത്രമാത്രം ശക്തമായിരുന്നു ഹിറ്റ്ലറുടെ നാസി ജർമ്മനി. അദ്ദേഹത്തെ നമ്മൾ വളരെ ക്രൂരതയോടെ, അതല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിമാർക്കോടെയാണ് ഹിറ്റ്ലർ എന്ന പേര് അതിലൊരു ഇതുള്ളത്. നാസി ജർമ്മനിയിലെ ഹിറ്റ്ലർ എന്ന പേര് കേൾക്കുമ്പോൾ പലപ്പോഴും ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലൊക്കെ വരിക. കാരണം അദ്ദേഹത്തിന്റെ ക്രൂരമായിട്ടുള്ള ഇത്തരത്തിലുള്ള യുദ്ധമോഹങ്ങളും ഇതാണ്. എന്നാൽ ഹിറ്റ്ലറിന് വേറൊരു നല്ല ഭാഗം ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ്, ടെക്നോളജി. അദ്ദേഹം അന്നുണ്ടാക്കിയിരുന്ന ഈ ഫൈറ്റർ ജെറ്റുകൾ, അതല്ലെങ്കിൽ റെയിൽ റോഡുകൾ, അതുപോലെയുള്ള ടെക്നോളജിയിലൊക്കെ ജർമ്മനീനെ എഞ്ചിനീയറിംഗ് വൈഭവത്തിലൊക്കെ എന്ന് കാണുന്ന നമ്മുടെ കാറുകളൊക്കെ, മെഴ്സിഡീസ് ബെൻസും വോക്സ് വാഗൻ, BMW തുടങ്ങിയുള്ള കാറുകളും, അത് ജർമ്മൻ വൈഭവമാണ് കാണിക്കുന്നത്. അപ്പൊ ഹിറ്റ്ലറുടെ മോഹം ലോകം മുഴുവനും പിടിച്ചടക്കി. ഇന്ന് ഇംഗ്ലീഷിന് പകരം നമ്മൾ സംസാരിക്കേണ്ട ഭാഷ, അന്ന് 75 വർഷം മുമ്പ് 1945 ഹിറ്റ്ലർ വിജയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ജർമ്മനായേനെ. അത്രമാത്രമാണ് ഒരു ലോക മഹായുദ്ധത്തിന് ചെയ്യാൻ സാധിക്കുക. ഇന്ന് നമ്മൾ 2025 ഇരുന്ന് സംസാരിക്കുമ്പോൾ അന്നുണ്ടാക്കിയിരുന്ന ഒരു നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഭൂരിഭാഗം യൂറോപ്യൻ രാജ്യങ്ങളും അതിന്റെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഇപ്പുറത്തുള്ള അമേരിക്കയുമായിട്ടുള്ള സഖ്യമാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി സഖ്യമാണ്. അവിടെ വിള്ളൽ പറ്റിയിരിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് ഇന്നലെ സെലൻസ്കി എന്ന യുക്രൈന്റെ പ്രസിഡന്റ് അമേരിക്കയില് ട്രംപിന്റെ ഓവൽ ഓഫീസിൽ വന്നിട്ട് വാഗ്വാദം. അപ്പോൾ നമ്മൾ കാണേണ്ടത് യൂറോപ്പ് ഇപ്പൊ പല തരത്തിലുള്ള കാരണം ചെറു രാജ്യങ്ങൾ സംഘടിച്ചിട്ടാണ് യൂറോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. 10-30 രാജ്യങ്ങൾ. അവരുടെ ശക്തി, അവർക്ക് അമേരിക്ക ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? നമ്മൾ കാണേണ്ടത് ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ, UKയിലെ കീത്ത് സ്റ്റാർമർ, ഇവരൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട്. സെലൻസ്കി അവസാനമായിട്ട് യുക്രൈന്, എന്നാൽ സെലൻസ്കി ഏകദേശം ഒഫൻസീവായിട്ട് വരുന്നത്. നമ്മൾ കാണേണ്ടത് ജർമ്മനി ഇതിൽ പങ്കെടുക്കുന്നില്ല. ജർമ്മനി ട്രംപിന്റെ കാല് തൊഴാനായിട്ട് വരുന്നില്ല. അവിടെ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നു. ഒലഫ് ഷോൾസ്, അത് SPD എന്ന പാർട്ടി, അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിന് ഏകദേശം 16% വോട്ടാണ് കിട്ടിയത്. ജയിച്ചത് ഫ്രൈഡ്രിച്ച് മേഴ്സ് എന്ന ആളാണ്. അദ്ദേഹമാണ് അവിടെ കോalition ഗവൺമെന്റ്. കാരണം അദ്ദേഹത്തിന് 28% കിട്ടി. അദ്ദേഹം ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ എന്ന പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ സിസ്റ്റർ യൂണിയൻ എന്ന് പറഞ്ഞ CSU ഉണ്ട്. ഒപ്പം രണ്ടാമത് വന്നത് SFD, അത് ആലീസ് വീഡൽ എന്ന് പറഞ്ഞ സ്ത്രീയുടെ അധികാരത്തിൽ. അവർ സ്ത്രീയല്ല, അവരൊരു ഗെയ് ആണ്. അവര് ഇപ്പൊ ഒരു ബന്ധം വെച്ചിരിക്കുന്നത് ശ്രീലങ്കൻ വംശജയായ ഒരു ജർമ്മൻ സ്ത്രീയുമായിട്ട്. പെണ്ണും ലെസ്ബിയൻസ് ആണ്, ലെസ്ബിയൻ അല്ലെങ്കിൽ ഗെയ്. അവർക്ക് 2 മക്കളും ഉണ്ട്. ഇവരാണ് അവര്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും LGBTQ ആയിട്ടുള്ള ബന്ധമല്ല. അവര് പോകുന്നത് ഫാർ റൈറ്റ്, അതായത് തീവ്ര വലതുപക്ഷമാണ് ഈ ആലിസ് വീഡലിന്റെ പാർട്ടി. പക്ഷെ അവൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ പറ്റില്ല. അവര് ഏകദേശം ജർമ്മനിയുടെ ഈസ്റ്റേൺ പാർട്ടിലാണ്. നമുക്കറിയാം ബെർലിൻ വാറും സെക്കൻഡ് വേൾഡ് വാറും, അതിന്റെ റൊണാൾഡ് റീഗൻ 80-കളിലുള്ളപ്പോൾ ജർമ്മൻ വാള് പൊളിക്കുന്നതും അതൊക്കെ ആയിട്ടുള്ള ചരിത്രം, ലോകത്തിന്റെ ചരിത്രം കെട്ടിപ്പടുക്കുന്നതാണ് ജർമ്മനി. ഒരു ചെറിയ രാജ്യമാണെങ്കിൽ അവർ സ്വാധീനം ഉണ്ടാക്കുന്നത് അത്തരത്തില്. ഇപ്പൊ അധികാരം വന്നിരിക്കുന്ന ഫ്രൈഡ്രിച്ച് മേഴ്സ്, ഞാൻ പറഞ്ഞ ആലിസ് വീഡല് 20%, പക്ഷെ അവര് ഭരണത്തില്ല. അപ്പൊ ഈ ഫ്രൈഡ്രിച്ച് മേഴ്സ് കോalition ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് മുൻ ഭരണത്തിലുണ്ടായിരുന്ന SPD-യുടെ ഒലുഫ് ഷോൾസ് എന്ന വ്യക്തിയുടെ 16% വോട്ടും ഇദ്ദേഹത്തിന്റെ 28% വോട്ടും വെച്ചാണ് ഗവൺമെന്റ് അവിടെ രൂപീകരിക്കുന്നത്. ഫ്രൈഡ്രിച്ച് മേഴ്സ് പറഞ്ഞിരിക്കുന്നത് നാറ്റോ തീരാറായി. നാറ്റോനോട്, അതായത് ട്രംപ് ഇപ്പുറത്ത് നിന്ന് നാറ്റോനെ പൊളിക്കുമെന്ന് പറയുമ്പോൾ ഫ്രൈഡ്രിച്ച് മേഴ്സ് പറഞ്ഞ പൊളിക്കി എന്നുള്ളൊരു ഇതിലാണ്. എന്തായിരിക്കും
യൂറോപ്പ് ഭിന്നിച്ച് കഷ്ണങ്ങളാവുമോ? രണ്ടാം ലോക മഹായുദ്ധത്തിന് 1930-40 കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ള ഇതാണ് നമ്മൾ നോക്കി കാണുന്നത്. അങ്ങനെ ഒരു ഭിന്നിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകം ഏത് ദിശയിൽ പോവും, ആരൊക്കെ എവിടെയൊക്കെ യുദ്ധങ്ങളിലേക്ക് ഇരുമു. ഇന്നലെ ട്രംപിന്റെ സെലൻസ്കിയുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ ട്രംപിന്റെ വായിൽ നിന്ന് പറഞ്ഞു, നീ ഞങ്ങളെ കൊണ്ട് മൂന്നാം ലോക മഹായുദ്ധത്തില് കൊണ്ട് ചാടിക്കരുതടാ എന്നാണ് പറഞ്ഞത്. പീറച്ചെറുക്ക ഇറങ്ങിപ്പോടാ, വൈറ്റ് ഹൗസിൽ നിന്ന് വളരെ ഒച്ചയും ബഹളെടുത്ത് ഇറങ്ങിപ്പോടാ. കാരണം ട്രംപ് ഉദ്ദേശിച്ചത് ഒരു $500 ബില്യൺ മിനറൽസ് ഒപ്പിട്ട് വാങ്ങാനാണ് ട്രംപ് ഉദ്ദേശിച്ചത്. പക്ഷെ സെലൻസ്കി ഇന്നലെ ഫോക്സ് ന്യൂസ് ട്രംപിന്റെ അനുകൂലതാണ്, റൈറ്റ് വിങ്ങിന്റെ. ഫോക്സ് ന്യൂസിൽ വന്നിരുന്ന അദ്ദേഹം സൂട്ടും കോട്ടില്ലേ. കാരണം നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും അവർ സൂട്ടും കോട്ടും ടൈ ഇട്ടിട്ടാണ് ഒരു നേതാവിനെ കാണാൻ പോകുക. അതാണ് ഒരു ഒഫീഷ്യൽ ഡ്രസ് ആയിട്ടുള്ളത്. പക്ഷെ ഇദ്ദേഹം ഒരു ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് തട്ടിക്കയറാനായിട്ട് ട്രംപിന്റെ അടുത്തും JD വാൻസിന്റെ അടുത്തും. അപ്പൊ ഈ ഫോക്സ് ന്യൂസിലെ അവതാരകന് ഇദ്ദേഹത്തോട് ചോദിച്ചാൽ, എന്താണ് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൂട്ടും കൊട്ടിട്ട് വന്നൂടെ? പറഞ്ഞു, ഞാൻ യുദ്ധം തീരുമാനിച്ചിട്ട് നടക്കുകയാണ്, യുക്രൈൻ റഷ്യനെ തകർക്കുന്ന പറയണേ, പുടിനെ ഇല്ലാണ്ടാക്കുന്ന പറയണേ. നമുക്ക് തിരിച്ച് ജർമ്മനിയിലേക്ക് വരാം. ജർമ്മനി പറഞ്ഞിട്ടുണ്ട്, ഏതറ്റം വരെയും ഞങ്ങൾ സമവായത്തിനല്ല, ഞങ്ങൾ യുക്രൈന്റെ കൂടെ നിൽക്കും. അതായത് യൂറോപ്പ്, നാറ്റോ അവരുടെ ആ ധാർഷ്ട്യം അത് നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് ഫ്രൈഡ്രിച്ച് മേഴ്സ് എന്ന ജർമ്മൻ ചാൻസലർ ഇപ്പൊ പറയുന്നത്. UK അത് തന്നെ പറയുന്നു, ഫ്രാൻസും അത് തന്നെ പറയുന്നു. എന്നാൽ അവരുടെ മിതത്വമുണ്ട്. ഈ കാലഘട്ടം നമ്മളെ നേരെ കൊണ്ടെത്തിക്കുന്നത് 1930-കൾ 35-കൾ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന കാലഘട്ടത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ വ്യക്തമായിട്ട് ഇത് ഉൾക്കൊണ്ടാല് ഒരു യുദ്ധം തുടങ്ങിയാൽ പട്ടിണി, ദാരിദ്ര്യം, നമ്മളുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലെ ഭക്ഷണത്തിന് വിലകളും നമ്മൾക്ക് പോലും നിലകൊള്ളാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ AFP എന്ന പാർട്ടി, ഈ ആലിസ് വീഡലിന്റെ ജർമ്മനിയിൽ 20% അവര് ഇമിഗ്രേഷനെതിരാണ്. ജർമ്മനിയിൽ ഇപ്പോൾ വളർന്നു വന്നിരുന്ന ടെൻഡൻസിയാണ് തീവ്ര വലതുപക്ഷത്തിനോട് തീവ്ര വലതുപക്ഷം വളർന്നു വരികയും ഇമിഗ്രേഷൻ പോലെയുള്ള ഇഷ്യൂസ്, കാരണം നമുക്കറിയാം യൂറോപ്പില് ഇങ്ങനെയുള്ള കുടിയേറ്റക്കാർ മുതലും കുറെ പ്രശ്നങ്ങൾ, കത്തിക്കുത്ത്, വണ്ടി ഇടിച്ച് കയറ്റലുള്ള പരിപാടി, അതിനെതിരാണ് ഭൂരിപക്ഷം പാർട്ടികളും ഇന്ന് ഉയർന്നു വരുന്നത്. നമ്മൾ നോക്കി കാണേണ്ടത്, നാറ്റോ സഖ്യം തകർന്നു കഴിഞ്ഞാല് ട്രംപും പുടിനുമായിട്ട് ധാരണയിലെത്താൻ പറ്റുമോ? നമുക്ക് എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ജനാധിപത്യത്തിൽ വളർന്നും ജനാധിപത്യത്തിൽ വിശ്വസിച്ചും തുല്യതയിലും വിശ്വസിക്കുന്നവരാണ്. ഒരു ഭരണാധികാരി ഇപ്പൊ നോക്കൂ, നമ്മ അറേബ്യൻ രാജ്യങ്ങൾ, സൗദി രാജാവ്, അദ്ദേഹത്തിന്റെ അധികാരം വലുതാണ്, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാം. ചൈനയിൽ പോയാൽ സി ജിൻപിങ്, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ആരോടും ചോദിക്കണ്ട, ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാം, കൊല്ലാനോ യുദ്ധത്തിന് പോകാനോ ഇതിനോ. റഷ്യയില് പുടിന്. എന്നാൽ ജനാധിപത്യ രാജ്യങ്ങൾ, നമ്മളൊക്കെ ജനാധിപത്യം സന്തോഷിച്ചവരാണ്. ഇന്ന് നമ്മൾ ജനാധിപത്യം ഇല്ലാതെ അവിടെ അത്യാഗ്രഹമുള്ള നേതാക്കന്മാരുണ്ടായാൽ വെട്ടിപ്പിടിക്കുന്നവരുണ്ടായുള്ള സ്ഥിതി വളരെ വഷളാണ്. ട്രംപിനും അതിനുള്ള ടെൻഡൻസീസ് ഉണ്ട്. ട്രംപിനും ഒരു ഏകാധിപതി ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പൊ എലോൺ മസ്കിന്റെ അണ്ടറിൽ. അപ്പൊ ഈ ഏകാധിപത്യ പ്രവണതകളെ നമ്മൾ എവിടെയാണെങ്കിലും മുളയിലെ തല്ലി തകർത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെയൊക്കെ നമ്മളൊക്കെ ഇന്നിരുന്ന് സംസാരിക്കാൻ പോലും ഇല്ലാത്ത അവകാശങ്ങളുടെ മേലെയുള്ള കടന്നുകയറ്റമായി പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എവിടേക്കാണ് ലോകം പോകുന്നത്? നാറ്റോ തകർന്നാൽ ലോകത്തിന്റെ സ്ഥിതി പട്ടിണി, ദാരിദ്ര്യം. ട്രംപ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആർക്കും ഫണ്ടിങ്, ഇന്ത്യക്ക് കൊടുത്ത 21 മില്യൺ തൊട്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കൊക്കെ കുറെ മില്യൺസ് കൊടുക്കുന്നുണ്ട്. അത് അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇതൊക്കെ നിർത്തിക്കഴിയുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പല അന്താരാഷ്ട്ര ഏജൻസികൾ നിർത്തുമ്പോൾ അതിന്റെ ഫണ്ടിങ് നിൽക്കുമ്പോൾ ദാരിദ്ര്യം, പട്ടിണി മൂലവും അസുഖങ്ങൾ മൂലം ലോകത്ത് കുറെ ജനങ്ങൾ മരിക്കും. ഒപ്പം തന്നെ യുദ്ധവും. ഇന്നലെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് വായിന്ന് മൂന്നാം ലോക മഹായുദ്ധം, യൂറോപ്പ് യുക്രൈന്റെ പിന്നില് ശക്തമായി നിൽക്കുകയും ഈ പറഞ്ഞ ഫ്രാൻസ്, ജർമ്മനി മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ് ലോകത്തിലെ. അവരിൽ പണമുണ്ട്, ടെക്നോളജി ഉണ്ട്. അവരുടെ ടോറസ്, അത് ഞാൻ പറയാം, ടോറസ് എന്ന മിസൈൽ. ഈ മിസൈല് അതായത് ജർമ്മനി വെറുതെ പറയുന്നതല്ല, ജർമ്മനിയുടെ സാധനങ്ങളുണ്ട്. യൂറോ ഫൈറ്ററിലൊക്കെ വെച്ചിട്ട്, യൂറോപ്പ് ഒരുമിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന യൂറോ ഫൈറ്ററിൽ വെച്ചിട്ട് ടോറസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പുടിന്റെ പരിപാടി തീർക്കാം. പുടിന് വലിയൊരു ആഘാതം ഉണ്ടാക്കാനായിട്ട് ഈ ടോറസിന് പറ്റും. ടോറസ് അതുപോലെയുള്ള യൂറോപ്യൻ വെപ്പൺസ് അമേരിക്കയിലാണ് ഇപ്പൊ ഡിപ്പെൻഡന്റ്. ഇപ്പൊ അമേരിക്കയുടെ F-16 സെലൻസ്കിക്ക് യുക്രൈന് പുടിൻ അടിക്കാൻ കൊടുത്തിരുന്നു. പിന്നെ ജാവലിൻ മിസൈൽസ്, ഷീറ്റ്സ് മിസൈൽസ് ഒക്കെയാണ് കൊടുത്തിരുന്നത്. അപ്പോ അമേരിക്കയുടെ ഫണ്ടിങ് ആയുധങ്ങൾ നിന്നാല് ജർമ്മനിയും ഫ്രാൻസും UK കൂടിയും യൂറോ ഫൈറ്റർ പോലെയുള്ള ടോറസ് പോലെയുള്ള വെപ്പൺസ് ഉപയോഗിച്ച്
യുക്രൈന് കൊടുത്താല് യുക്രൈന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ട്രംപും ഈ അമേരിക്കയും യൂറോപ്പുമായി അകന്നാല് ആര് നേടും? ആർക്ക് ഗുണം കിട്ടും? അതുമല്ലെങ്കിൽ മൂന്നാമത്തെ കക്ഷിയായ ചൈന വളർന്നു വരുമോ? എവിടേക്കാണ് ലോകം വലിയൊരു ത്രിശങ്കുവിൽ നിൽക്കാണ്. ആര് നേടും, ആര് ഭരിക്കുമെന്ന്. അത് ജർമ്മനിയിലെ എലക്ഷൻ, ജർമ്മനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ശക്തിയാണ്. അപ്പൊ ഈ ഫ്രൈഡ്രിച്ച് മേഴ്സിന്റെ തീരുമാനം, ജർമ്മനിയിൽ ജയിച്ചു വന്നിരിക്കുന്ന ഫ്രൈഡ്രിച്ച് മേഴ്സിന്റെ തീരുമാനം വളരെ നിർണായകമാണ്. അദ്ദേഹം ആയുധങ്ങൾ ഇപ്പൊ ഇവിടെ നിന്നും കൊടുക്കാൻ പറ്റാത്ത ആയുധങ്ങള് സെലൻസ്കിക്ക് കൊടുത്ത്, യുക്രൈന് കൊടുത്ത് മുന്നേറാനാണ് തീരുമാനമെങ്കിൽ നമ്മൾ യുദ്ധങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് വേണം കരുതാൻ. അപ്പോൾ എന്താണ് ഇതിന്റെ പരിണിത ഫലം എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. ഇപ്പോൾ ഇന്ന് സെലൻസ്കി UK സ്ട്രാമറിന്റെ അടുത്താണ് ഉള്ളത്. അപ്പൊ നമുക്ക് ലോകം യുദ്ധത്തിലേക്കാണോ, നല്ലതിനാണോ ചീത്തയ്ക്കാന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ അതിന്റെ റിപ്പോർട്ടുകൾ തിരിച്ചു വരും. യുദ്ധങ്ങളിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം.